ക്യുബിറ്റ് അക്കാദമിയുടെ SSC ആൻഡ് RRB യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ NTPCയുടെ ഒരു ഗ്രാജുവേറ്റ് ലെവൽ പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻ വിളിച്ച വിവരം നമ്മളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. അതിൻ്റെ നോട്ടിഫിക്കേഷൻ വീഡിയോ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ RRB പുതിയൊരു നോട്ടിഫിക്കേഷൻ കൂടി ഇറക്കിയിരിക്കുകയാണ്. NTPCയുടെ തന്നെയാണ്, പക്ഷേ അത് അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ പോസ്റ്റിലേക്കുള്ളത്, അതായത് +2 യോഗ്യതയുള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളിലേക്കുള്ള അപ്ലിക്കേഷനാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓപ്പണിംഗ് ഡേറ്റ് ഓഫ് അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് 21/9/2024 ആണ്. ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് 20/10/2024 ആണ്. ഓക്കെ, ഡേറ്റ് ഫോർ ഫീസ് പേയ്മെന്റ് ആഫ്റ്റർ ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് 21/10/2024 മുതൽ 22/10/2024 വരെയാണ്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കറക്ഷൻസോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെയ്യാനുള്ള സമയം എന്ന് പറയുന്നത് 23/10/2024 മുതൽ 1/11/2024 വരെയാണ്. ഓക്കെ, ഇനി ഇത് വിളിച്ചിരിക്കുന്ന പോസ്റ്റുകളുടെ ഡീറ്റെയിൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക്, അക്കൗണ്ട്സ് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്, ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്, ട്രെയിൻ ക്ലർക്ക്, ഇങ്ങനെ 4 പോസ്റ്റുകളിലേക്കായിട്ടാണ് ടോട്ടൽ അപ്ലിക്കേഷൻ വിളിച്ചിരിക്കുന്നത്. ടോട്ടൽ 3445 പോസ്റ്റിലേക്കാണ് എന്ത് ചെയ്തിരിക്കുന്നത് അപ്ലിക്കേഷൻ. ടോട്ടൽ ഓൾ ഇന്ത്യ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വാക്കൻസി എന്ന് പറയുന്നത് 3445 വാക്കൻസിയാണ് എന്ത് ചെയ്തിരിക്കുന്നത് കറന്റ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ഇതൊരു അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ പോസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ എന്താണ് ഇതിന് വേണ്ട ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് +2 ആണ്. ഓക്കെ, +2 ആണ് ഇതിന് വേണ്ട ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, 18 മുതൽ 33 ഏജ് ഗ്രൂപ്പ് ആണ് നോക്കണമെന്നുണ്ടെങ്കിൽ 18 മുതൽ 33 വയസ്സ് വരെയുള്ള ആളുകൾക്കാണ് എന്ത് ചെയ്യാൻ പറ്റുക, അതിനു വേണ്ടി അപ്ലൈ ചെയ്യാൻ പറ്റുക. ഇതിന്റെ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ആണ്, മനസ്സിലായില്ലേ? ഇത് A3 മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ്, B2 മെഡിക്കൽ സ്റ്റാൻഡേർഡ്സിലുള്ള പോസ്റ്റ് ഉണ്ട്, C2 മെഡിക്കൽ സ്റ്റാൻഡേർഡ്സിലുള്ള പോസ്റ്റ് ഉണ്ട്. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് നിങ്ങളൊന്ന് അതിന്റെ നോട്ടിഫിക്കേഷൻ നോക്കിയാൽ മതി, നിങ്ങൾക്ക് മനസ്സിലാവുന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, നേരത്തെ പറഞ്ഞ തന്നെയാണ് നമുക്ക് വിളിച്ചിരിക്കുന്നത് ലെവൽ 2 and 3 ഈ പറയുന്ന പോസ്റ്റുകളിലേക്കാണ് ഇപ്പോൾ അപ്ലിക്കേഷൻ വിളിച്ചിരിക്കുന്നത്. ഓക്കെ, അതിൻ്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 മുതൽ 33 വയസ്സ് വരെയാണ്. പിന്നെ നമ്മൾ യൂഷ്വലി നമ്മൾ കൊടുക്കാറുള്ള റിലാക്സേഷൻ, അതായത് OBC നോൺ ക്രിമിലിയർ ആണെന്നുണ്ടെങ്കിൽ 3 വർഷത്തെയും, SC ST കാറ്റഗറിക്ക് 5 വർഷത്തെയും എന്തുണ്ട് ഏജ് റിലാക്സേഷൻ ഉണ്ട്. ഓക്കെ, ഇത് അപ്ലിക്കേഷൻ ഫീസ് ആണ്. അപ്ലിക്കേഷൻ ഫീസ് എന്ന് പറയുന്നത് 500 ആണ്. അതുപോലെ തന്നെ PWBD ഫീമെയിൽ ട്രാൻസ്ജെൻഡർ എക്സ് സർവീസ്മാൻ കാൻഡിഡേറ്റ്സിന് 250 രൂപയാണ് അപ്ലിക്കേഷൻ ഫീസ് എന്ന് പറയുന്നത്. അതിലൊന്നും യാതൊരുവിധ മാറ്റമില്ല കേട്ടോ. അതായത് ഗ്രാജുവേറ്റ് ലെവൽ പോസ്റ്റിലേക്ക് എന്താണോ അപ്ലിക്കേഷൻ ഫീ അത് തന്നെയാണ് ഇതിനകത്തും പറഞ്ഞിരിക്കുന്നത്. വേറൊരു കാര്യം കൂടിയുണ്ട്, അതായത് CBT1 അറ്റൻഡ് ചെയ്യുന്ന വഴി ഇവിടെ നമുക്ക് 400 രൂപ റീഫണ്ട് ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ PWBD ഫീമെയിൽ ട്രാൻസ്ജെൻഡർ എക്സ് സർവീസ്മാൻ ഈ കാറ്റഗറിയിലുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ SC ST മൈനോറിറ്റി കാറ്റഗറിയിലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു 250 രൂപയും നമുക്ക് എന്ത് ചെയ്യും, റീഫണ്ട് ചെയ്യും. CBT1 അറ്റൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു ബാങ്ക് ചാർജ് മാത്രം പിടിച്ച് ബാക്കിയുള്ള എമൗണ്ട് എന്ത് ചെയ്യും നമുക്ക് നമുക്ക് റിട്ടേൺ തരുന്നതാണ്. ഓക്കെ, ഇതിൻ്റെ സിലബസ് ആണ്, അതായത് എക്സാമിൻ്റെ പാറ്റേൺ ആണ്. സിലബസ് ആണ്, അതും സെയിം തന്നെയാണ്. NTPCയുടെ ഗ്രാജുവേറ്റ് ലെവൽ പോസ്റ്റിലേക്ക് എന്താണോ സിലബസ് വരുന്നത് അതേ തന്നെയാണ് ഇതിനകത്തും വരുന്നത്. അതേ എക്സാം പാറ്റേൺ ആണ്. 100 ക്വസ്റ്റ്യൻ ഉണ്ടാവും, 90 മിനിറ്റ് ആണ് എക്സാമിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. അതിൽ 40 മാർക്ക് ജനറൽ അവയർനെസ്, മാത്തമാറ്റിക്സ് 30 മാർക്ക്, ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ് 30 മാർക്ക്. ഇത് സെയിം ആണ്. അതായത് ഗ്രാജുവേറ്റ് ലെവൽ പോസ്റ്റിലേക്ക് എന്താണോ പറഞ്ഞിരിക്കുന്നത് അതേ സെയിം പാറ്റേൺ ആണ്, സെയിം സിലബസ് ആണ്. ഈ ക്വസ്റ്റ്യൻസിന്റെ ഡിഫിക്കൽറ്റി ലെവലിൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ, ഒരു വ്യത്യാസം ഉണ്ടാവുള്ളൂ. ബാക്കി എല്ലാം സെയിം ആണ്. ഓക്കെ, നമ്മളൊരു ഗ്രാജുവേറ്റ് ലെവൽ പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിന് ഒരു ഗ്രാജുവേറ്റ് ലെവൽ പോസ്റ്റിലേക്ക് സാധാരണ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, ആ ഒരു സ്റ്റാൻഡേർഡ് പ്രതീക്ഷിക്കാം. നേരെ മറിച്ച് ഇതിലൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒരു CHSL ലെവലുള്ള ക്വസ്റ്റ്യൻസ് അങ്ങനെയൊക്കെ നമുക്ക് പ്രതീക്ഷിച്ചാൽ മതി. ഓക്കെ, ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. സിലബസ് സെയിം തന്നെയാണ്, കണ്ടില്ല? അതാ കൊടുത്തിരിക്കുന്ന സെയിം സിലബസ് ആണ്. ഇത് സെക്കൻഡ് സ്റ്റേജ് CBT ആണ്. അതും NTPC ഗ്രാജുവേറ്റ് ലെവൽ പോസ്റ്റിലേക്ക് എന്താണോ പറഞ്ഞിരിക്കുന്നത് അത് തന്നെയാണ്. ടോട്ടൽ 120 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. 90 മിനിറ്റ്സ് ആണ് ഡ്യൂറേഷൻ. ജനറൽ അവയർനെസ് 50, മാത്സ് 35, ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ് 35. ഓക്കെ, അതൊക്കെ സെയിം തന്നെയാണ് കേട്ടോ കൊടുത്തേക്കുന്നത്. ഇനി ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത്രയും പോസ്റ്റുകളുടെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക്, അക്കൗണ്ട്സ് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്, ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്, ട്രെയിൻ ക്ലർക്ക്, ഇത്രയും പോസ്റ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. ഇതിൽ കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് എന്ന് പറയുന്നത് ലെവൽ 3യിലുള്ള പോസ്റ്റാണ്. ഓക്കെ, ദാറ്റ് മീൻസ് കുറച്ചും കൂടെ സാലറി കിട്ടുന്ന ഒരു പോസ്റ്റാണിത്. ബാക്കിയൊക്കെ ലെവൽ 2യിലുള്ള പോസ്റ്റുകളാണ്. പിന്നെ ഈ 2 പോസ്റ്റിലേക്ക്, അതായത് ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്, അക്കൗണ്ട്സ് ക്ലർക്ക് കം ടൈപ്പിസ്റ്റിൽ മാത്രമേ നമുക്ക് സ്കിൽ ടെസ്റ്റ് വരുന്നുള്ളൂ. അതായത് ടൈപ്പിംഗ് ടെസ്റ്റ് വരുന്നത് ഈ 2 പോസ്റ്റിലേക്ക് മാത്രമാണ്. പിന്നെ ഈ സൈക്കോമെട്രി ഒന്നും വരുന്ന പോസ്റ്റുകൾ വേറെ ഇല്ല. ദാറ്റ് മീൻസ് ഈ 2 പോസ്റ്റ്, അതായത് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് അല്ലെങ്കിൽ ട്രെയിൻ ക്ലർക്ക്, ആ ഒരു പോസ്റ്റിലേക്കാണ് നിങ്ങൾക്ക് സെലക്ട് ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും സ്കിൽ ടെസ്റ്റിന് പോകേണ്ട ആവശ്യം വരുന്നില്ല. CBT1 CBT2 രണ്ടും നിങ്ങൾ ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ജോബാണ്.
പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോസ്റ്റിനൊക്കെ യൂഷ്വലി ഈ ടൈപ്പിംഗ് ടെസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഡയറക്റ്റ് DV ആണല്ലോ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിനകത്തൊക്കെ ഈ പറയുന്ന പോസ്റ്റിലേക്കൊക്കെ സാധാരണ കട്ട് ഓഫ് കൂടാറുണ്ട്. സോ നല്ലപോലെ പഠിച്ചാൽ മാത്രമേ ഈ പറയുന്ന പോസ്റ്റിലേക്കൊക്കെ നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ, ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട്, അതായത് എന്താണ് നമുക്ക് എത്ര മിനിമം ഒരു 50% മാർക്കൊക്കെ വേണം എന്നാണ് ഇതിനകത്ത് പറയുന്നത്. അതായത് നമുക്ക് +2 റിക്വലൻറ്റ് വിത്ത് നോട്ട് ലെസ് ദാൻ 50% മാർക്ക് ഇൻ അഗ്രിഗേറ്റ്, അതായത് മിനിമം 50% മാർക്ക് എന്ത് വേണം, നമുക്ക് +2 വേണം. ഓക്കെ, ഇനി നമ്മുടെ വാക്കൻസി ഡീറ്റെയിൽസ് ആണ്. ഞാൻ എന്താ പറയുക, NTPCയുടെ ഗ്രാജുവേറ്റ് ലെവൽ പോസ്റ്റിലും ഞാൻ ഈ പറയുന്ന വാക്കൻസിയുടെ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് എല്ലാം ഒന്നും നോക്കാനുള്ള ഒരു ടൈമും ഇല്ല, കാരണം അത്രയും സോണുകളുണ്ട്. പക്ഷെ നമ്മൾ യൂഷ്വലി എന്താണ് മലയാളികൾ സാധാരണ കൊടുക്കുന്ന എന്താ പറയുക സോണുകൾ എന്ന് പറയുന്നത് ബാംഗ്ലൂർ, ചെന്നൈ, അതുപോലെ തന്നെ സെക്കന്ദരാബാദ്, ട്രിവാൻഡ്രം ഒക്കെയാണ്. ഓക്കെ, ബാംഗ്ലൂർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് വാക്കൻസി വളരെ കമ്മിയാണ്. 60 വാക്കൻസിയെ ടോട്ടൽ ബാംഗ്ലൂർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. ഇനി നമുക്ക് ചെന്നൈയുടെ അവസ്ഥ എന്താണെന്ന് നോക്കാം. ചെന്നൈ കുറച്ചും കൂടെ ബെറ്ററാണ്. 194 വാക്കൻസി ചെന്നൈയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി സെക്കന്ദരാബാദ് എന്താണ് അവസ്ഥ എന്ന് നമുക്ക് നോക്കാം. സെക്കന്ദരാബാദ് 89 വാക്കൻസിയാണ് സെക്കന്ദരാബാദ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മുടെ ട്രിവാൻഡ്രത്ത് വന്നിട്ട് 112 വാക്കൻസി ഉണ്ട്. നമ്മുടെ സ്വന്തം ട്രിവാൻഡ്രത്ത് 112 വാക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് എന്താ പറയുക വാക്കൻസി അലോട്ട് ചെയ്തതിൻ്റെ കാര്യങ്ങൾ. ബാക്കി നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും സോണിൽ ഇതല്ലാതെ വേറെ ഏതെങ്കിലും സോണിൽ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും ചെയ്യാം കേട്ടോ. അതിൻ്റെ ഡീറ്റെയിൽസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ നോക്കി എന്ന് പറഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ ഞാനിപ്പോൾ ഈ 4 സോൺ മാത്രം എടുത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂഷ്വലി ഇവിടേക്കൊക്കെയാണ് സാധാരണഗതിയിൽ എന്താണ് കേരളത്തിൽ നിന്നുള്ള ഉദ്യോഗാർത്ഥികൾ അയക്കാറ്. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു 4 സൗത്തിലുള്ള സോണിൻ്റെ മാത്രം കാര്യം ഞാൻ പറഞ്ഞു പോയത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഏറെക്കുറെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. സിലബസ് സെയിം ആണ്, എക്സാമിൻ്റെ പാറ്റേൺ സെയിം ആണ്. നിങ്ങൾ എന്താ പറയുക, നിങ്ങളൊരു ഗ്രാജുവേറ്റ് ലെവൽ ഗ്രാജുവേഷൻ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ടിനും അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ പഠിത്തമൊക്കെ ഉഷാറാക്കുക. ഓൾ ദ വെരി ബെസ്റ്റ്.